അപ്പം ഇന്നേ നമ്മൾ മൂന്നാറിലേക്കൊരു ഫാമിലി ട്രിപ്പ് ടൂറ് പോകണ്ടാ. 1 ഡേ ട്രിപ്പാണ്. അപ്പോൾ സമയം ഇപ്പോൾ 3:15 കഴിഞ്ഞ് 3:30 അവരോട് എത്താന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാഗുകളൊക്കെ വണ്ടി കയറ്റി. അപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ വണ്ടി തന്നെയാണ്, ആദിത്യൻ ഗ്രൂപ്പിൻ്റെ ലൈല എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടാ. അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ ഇന്ന് മൂന്നാറിലേക്കൊരു യാത്ര പോണത്. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ചിട്ടാ. എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പോകണ്ട, മൂന്നാർ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് 3:15 കഴിഞ്ഞ് 3:20 കഴിഞ്ഞപ്പോൾ പോകാൻ കേട്ടോ. 4 മണിയായി എല്ലാവരെയും കിട്ടിയപ്പോൾ. ഓക്കെ, അത് നമ്മളെ സാരഥി വിഷ്ണുണ്ടാ. സമയം ഇപ്പോൾ ഏകദേശം 6:45 7 മണി ആവണ്ടാ. നമുക്കൊരു കാലി ചായ കുടിക്കാൻ സമയമായി. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണ്ടാ. അപ്പോൾ അവർക്ക് എത്രയാവണം? ജസിക്കില്ല മോള്. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് ഞങ്ങൾ വിടുകയാണ്. മൂന്നാറിലേക്ക് വീണ്ടും പോവുകയാണ് എല്ലാവരും. പോയത് എവിടെ? ഇത് വണ്ടിയില് വീട്ടിൽ കയറുന്ന പോലെ പുറത്തിട്ട് പോയി. നല്ല ഷൂ ഉണ്ടായി. അപ്പേ നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര ആരംഭിച്ച്. അപ്പോൾ മൂന്നാറും കഴിഞ്ഞ് പോകണ്ട. നമ്മൾ ഫസ്റ്റ് തന്നെ പോണത് നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോണത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴോ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണുള്ളൂ. കാരണം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ബ്ലോക്കായിരിക്കും, തിരക്കായിരിക്കും. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് ചെല്ലാം, അവിടുത്തെ കാഴ്ചകൾ കണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് എല്ലാ കാഴ്ചകളും കണ്ട് പോരാന്നുള്ള ഉദ്ദേശത്തിലുണ്ടോ പോകുന്നത്. അപ്പോൾ ഏകദേശം ടോപ്പ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് വളരെ കുറച്ചുള്ളൂ ടോപ്പ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഈ കാണുന്നതൊക്കെ തേയിലക്ക് മരുന്നടിക്കാനാണ് ഈ കാണുന്നത്. അപ്പോൾ ജോലിക്കാരൊക്കെ ജോലിക്ക് ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് ഒരു 400 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെയൊക്കെയുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ടാണ്. അപ്പോൾ കരിയും കോച്ചാപ്പോൾ കുറച്ച് ചായയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോകണ്ടാ. ഒരു വണ്ടിയുടെ അവസ്ഥ നോക്കിയേ, ഇതെന്താണ് വല്ല കൊള്ള സങ്കേതോ? അങ്ങ് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ ഏറ്റവും ഇപ്പോൾ മോളിലേക്ക് ഒരു 400 മീറ്റർ നടക്കണം കേട്ടോ. കവാടം ചവിട്ടി തുറന്ന് കിടക്കും. നേരത്തെ വീണാണ് കേട്ടോ. സായിപ്പ് എന്നാണ്ടൊക്കെ ദേഷ്യപ്പെട്ട് വന്നോട് പറഞ്ഞൊക്കെ പോണ്ട് കേട്ടാ. വേമ്പടിക്ക് ആടി കൂളിംഗ് ഗ്ലാസ് എടുത്താൽ മതിയായിരുന്നു. അതേണ്ട ബസൂക്ക മമ്മൂക്കായിട്ടുണ്ടല്ലേ. കൂളിംഗ് ഗ്ലാസ് ചോദിക്കാം. പൊന്നുമോനെ മൊബൈലായിട്ട് കുറച്ചുണ്ടോ? ഇൻഷാക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടത്. ടെഡി ബിയറും ഇതേപോലത്തെ പാവകളൊക്കെ ഇൻഷാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കടയിൽ കൂടുതലും തണുപ്പത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സുകളുണ്ടുള്ളത്. ജാക്കറ്റുകളും തൊപ്പികൾ ഗ്ലൗസുകളൊക്കെ. അതായത് ഈ നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ഇവിടെ നല്ല കച്ചവടമായിരിക്കും. ഇപ്പം തണുപ്പ് കുറവാണ്.
അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിലെത്തിട്ടാ. പാസിന് 20 രൂപയാണ് ഒരാൾക്കുണ്ട്. ഞാനപ്പോൾ ഇഞ്ചമോളെയും കൊണ്ട് കയറി. ഇഞ്ചമോൾ കാശില്ല, കാശൊക്കെ ഉണ്ട്, ഓർത്തിട്ടില്ല. ഒക്കെ അത് മതി എന്ന് പറഞ്ഞു. കോടൊക്കെ എങ്ങനെ ഇറങ്ങിയിരിക്കണ അടിപൊളിയായിട്ട് കാണാട്ടോ. തുടങ്ങും നമുക്ക് കയറില്ല കേട്ടോ. ഈ ഏപ്രിൽ മാസത്തിൽ ഇത്രയും കോട ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുള്ള് മൂടിക്കെട്ടലായിരിക്കും കേട്ടോ. നമുക്ക് വ്യക്തമായിട്ട് ഇതിനൊന്നും കാണാൻ പറ്റില്ല. അപ്പം തന്നെ ഇത്ര അധികം കോട ഇറങ്ങുന്നുണ്ട് ഈ സമയമായി. അപ്പോൾ ഞങ്ങളെ ഇവിടെ ടോപ്പ് സ്റ്റേഷനിലെത്തിയിട്ട് ഞങ്ങൾ വ്യൂ പോയിന്റിൽ കയറിയിട്ടാ. വളരെ മനോഹരമായ വ്യൂ പോയിന്റാണ് കാണുന്നത്. അവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ കൂട്ടത്തിൽ തന്നെ വന്ന് എന്താ നല്ല മനോഹരമായ സ്ഥലം കേട്ടോ. നല്ല കോടൊക്കെ ഇറങ്ങിയിട്ട് കാണാൻ പറ്റണില്ല. അപ്പോൾ ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഇത്ര ഉണ്ടെങ്കിൽ നവംബർ ഡിസംബർ വരുമ്പോഴൊക്കെ എന്തായിരിക്കും, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണ്. എന്തോന്ന് ഇതോ 50 അതൊന്ന് പോരെ ചോക്ലേറ്റ് ഏത് കാൻഡി മതിയാ? അതിനൊക്കെ എത്രയാ മിക്സ് ആക്കി എന്തിനാണത്? ജെല്ലിയാണോ? വേണ്ട നിഷ, 150 രൂപക്കൊന്നും വേണം. ഇതവിടെ മുകളിലേക്ക് കയറി പോണതിന് മുമ്പുള്ളൊരു സ്ഥലം ഉണ്ടാ. ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ കോട ഇറങ്ങണൊക്കെ അടിപൊളിയായിട്ട് കാണാം കേട്ടാ. കാശ് കൊടുക്കാണ്ട് കാണാൻ പറ്റിയ വ്യൂ പോയിന്റ് നിങ്ങൾക്ക്. അപ്പോൾ വന്നവരെല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോ എടുത്ത്. അപ്പോൾ നമ്മളെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാ. ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കണ്ട. അപ്പോൾ അതായത് നേരെ ഇറങ്ങിക്കൊണ്ടിരിക്കണം നമ്മൾ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായ കാഴ്ചകളുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ നൽകണ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായ കാഴ്ചകളായതുകൊണ്ട് തന്നെയാണ് ലോകത്തു നിന്നും എല്ലായിടത്തു നിന്നും നമ്മളെ സഞ്ചാരികളൊക്കെ മൂന്നാറിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തണത്. ഇവിടെ കൂടുതലും നവംബർ ഡിസംബർ മാസങ്ങളിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ സഞ്ചാരികളുണ്ടാവുക. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയത് കാരണം ഇപ്പോഴും സാധ്യത കൂടുതലാണ് സഞ്ചാരികൾ ഉണ്ടാവാൻ. എന്നാലും ഡിസംബർ മാസത്തിലൊക്കെ മഞ്ഞ് കൂടുതലുള്ള മാസങ്ങളിലൊക്കെ കൂടുതൽ ഈ കോടൊക്കെ ഇറങ്ങണത് ആ മാസമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാസത്തിൽ കാഴ്ചകൾ വളരെ മനോഹരമായിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ കോട ഇറങ്ങുന്നുണ്ട്. നമുക്ക് കണ്ടാലറിയണ്ട, ഒരു മലനെ പുതപ്പ് പോലെ പൊതിഞ്ഞ് നിൽക്കണ്ട കോട കണ്ട. എത്രയോ സുന്ദരമായ കാഴ്ചയാണ്. അപ്പോൾ ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വണ്ടി നിർത്തുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുമ്പായിട്ട് ഒരു എക്കോ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ എക്കോ പോയിൻറ്റിൻ്റെ ഇപ്പുറം നമ്മൾ നിർത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാട്ടുപ്പെട്ടി ഈ ഡാമിലേക്ക് പോകട്ടെ. അങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ് ഒക്കെ അങ്ങനെയാണ്. ഓക്കെ, നമ്മൾ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം മുമ്പ് തീരുമാനിച്ച പരിപാടിയൊന്നുമല്ല കേട്ടോ. പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ തീരുമാനിച്ച പരിപാടിയാണ്. കാരണം കഴിഞ്ഞ പെരുന്നാളിന് ഞങ്ങൾ എല്ലാവരും കൂടിയപ്പോൾ നമുക്കൊരു ടൂർ പോകാമെന്ന് ആലോചിക്കും. അപ്പോൾ എല്ലാവരും ആലോചിച്ച് വന്നപ്പോൾ ഓരോരുത്തർക്ക് ജോലി സംബന്ധമായിട്ട് പല തിരക്കുകളുള്ള കാരണം ഒറ്റ ദിവസത്തെ ടൂറ് പറ്റുള്ളൂ എന്ന് പറഞ്ഞ കാരണം അങ്ങനെ ഒരു ദിവസത്തെ ടൂറാക്കി മാറ്റിയതാണ്. അപ്പോൾ എവിടെ പോകണം എന്നുള്ള തീരുമാനത്തിൽ ഒട്ടുമിക്ക ആൾക്കാർ മൂന്നാർ പോകാമെന്നുള്ള തീരുമാനത്തിന്മേലാണ് നമ്മൾ മൂന്നാർ വന്നത് കേട്ടോ. എന്തായാലും നഷ്ടമായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ടിലെത്തി എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഇതാ എക്കോ പോയിൻറ്റിൻ്റെ തൊട്ടിപ്പുറമുള്ള സ്ഥലം കേട്ടോ. എക്കോ പോയിൻറ്റ് തൊട്ടപ്പുറമാണ്. അവിടെ നിന്ന് നമ്മൾ ഒച്ചെടുത്താലോ റിട്ടേൺ സൗണ്ട് കേൾക്കുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ ഉറക്കെ ഒച്ചെടുത്ത് സംസാരിച്ചിട്ടൊന്നും റിട്ടേണായിട്ട് കേൾക്കൂല കേട്ടോ. ഇതേവരെ ഫോട്ടോ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എക്കോ പോയിൻറ്റിൻ്റെ ഇപ്പുറം വരെ എത്തിയിട്ടാ. അയ്യോ പോന്നൊരു പോക്കൂരുട്ടാ. വായോ കേറ്. ഓടിയാ എല്ലാ ചെടിയും പൂക്കളും പറിച്ച് നടക്കണ്. വാടാ
ചൂണ്ടിരണ വേണ്ട ഇനി കഴിയണ്ട വാ 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 മതി 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 വാ വാ ഇതിലെ വാ ഞാള് മിടിക്ക് നിക്കറിയ വാ 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 ചോടുന്നു അങ്ങോട്ട് വീണിട്ടാ വീണ് കഴിഞ്ഞാല് കുറച്ചാൾക്കാർ അവിടെ ഫോട്ടോ കുറച്ചാൾക്കാർ ഇവിടെ ഫോട്ടോ സാധാ ചോറിനോ എന്തോ നോക്കണ് നോക്കണം കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി വന്നിട്ടാ ബിരിയാണി നോക്കാം 1 പീസ് വലിയ പീസ് 2 ഇഞ്ചാക്കുണ്ടാവില്ല ഒരു ബിരിയാണി കൂടി കൊണ്ടുവന്നോ ഒരെണ്ണം കൂടി ഞങ്ങളെ ചോറിറ്റ കഴിഞ്ഞിട്ടാ ജെസ്സി ചോറുന്നില്ല ജെസ്സി ചോളം പേടിക്കാൻ വേണ്ടി ചോളം ചുട്ടതില്ലേ ചോളം വേണോ കുറച്ചാൾക്കാർ അപ്പുറം ചോറിനാൻ കയറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തെ ഹോട്ടലിലാണ് കുറച്ചാൾക്കാർ ഇപ്പുറത്തെ ഹോട്ടലിൽ അത് മുളകണോ മുളകൊന്നും ആരെങ്ങ ഉപ്പുണ്ട് അല്ലേ അപ്പോൾ നമ്മളെ ചോറീറ്റൊക്കെ കഴിഞ്ഞ് നേരെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ വന്നിറങ്ങിയിട്ടാ. അപ്പോൾ ഇവിടുത്തെ അംഗം എന്താണെന്ന് കണ്ടറിയണം. പിന്നെ പരീക്ഷിക്കാൻ പോണോ? വീഡിയോ വീഡിയോ വെക്കണ ആൾ മുന്നോട്ട് വരൂ, എയർ ഗണ്ണുള്ള ആൾ മുന്നോട്ട് വരൂ. അതിസാഹസികമായി ഷമീർ വച്ചാവ പഠിക്കാൻ പോവുകയാണ്. പൊട്ടട്ടാ പൊട്ടട്ടാ അല്ല അവര് പൊട്ടി അവര് പൊട്ടിക്കത്. ഒരം പൊട്ടിച്ചോക്കട്ടെ, പിടിച്ച വീഡിയോ എടുത്ത് ഒരു വെടിക്ക് 2 ബലൂൺ പൊട്ടിച്ചിട്ടാ. ഒരു സോം പൊട്ടിക്കടാ നോക്കിട്ടാ, ശ്രദ്ധിച്ച് പതുക്ക പൊട്ടിക്കൂ. കഴിഞ്ഞില്ലേ 50 റുപ്യ പൊട്ടിച്ചളഞ്ഞ് 50 റുപ്യ. ഞാനാ സിദ്ധിയൊക്കെ തോക്കെടുക്കാന്ന് വിചാരിച്ചേ 5 പൊട്ടിക്കുന്നു വിചാരിച്ച്. അച്ചാമേ അവിടെ അറിയാത്തേ വീട്ടിലെ കണ്ടുണ്ടായി. ഞാൻ ഭയങ്കര വെടിവെപ്പായിരുന്നു. 3 പൊട്ടിച്ചാ പെണ്ണ് കൈയാട്ടി അവിടെ നിൽക്കണ്ടായതാ. അപ്പൊ നമ്മളെ ചോറീറ്റൊക്കെ കഴിഞ്ഞ്
മാട്ടുപ്പെട്ടി ഡാമിലെത്തിട്ടാ. ഇത് ഇവിടെ പൈനാപ്പിളൊക്കെ അരിയുണ്ട് കേട്ടാ. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾ വല്ല കഥയൊക്കെ പറയും. വെള്ളം ഒഴിക്കൊണ്ടിരിക്കുന്നു. ഷട്ടർ തുറക്കണ്ടല്ലോ. അപ്പൊ അടുത്ത ഫാമിലി റെഡിയായ അടുത്ത ഫാമിലി സെറ്റായി. അടുത്ത ഫാമിലി ആയിക്കോട്ടെ പോര്. അങ്ങനെ അവിടുത്തെ ഫോട്ടോസ് എടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഡാമിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട. എന്തൊക്കെയോ മേടിക്കണ്ട. എന്തോരം മേടിക്കണേ വേണ്ട. അങ്ങോട്ട് പോവാം. കാണാം വീഡിയോ എടുത്ത് പറ. ഇടിയാ ബർഗർ ഓട്ടുണ്ട്. ബർഗറിന്റെ നല്ല മണം ഉണ്ട് കേട്ടോ. എത്ര? 130 രൂപ കേട്ടോ. ഇതെന്തോരുണ്ടാവും? 50 ഇല്ല. 100 മില്ലി എത്ര? 130 രൂപ. തലവേദന ഉള്ളവർ സമീപിക്കാം. കൈമുട്ട് വേദന, കാലുവേദന, മുട്ടുവേദന, തണ്ടൽ വേദന, എലിവേദന ഉള്ളവരൊക്കെ മേടിക്കാം കേട്ടോ. എലിവേദന എണീക്കാൻ ബുദ്ധിമുട്ട്. ചായ കുടി ആരംഭിക്കാൻ പോവാണ്. ചായ കുടി 2025. അന്റെ ഫോട്ടോ എടുക്കും. അപ്പൊ നമ്മ മാട്ടുപ്പെട്ടി ഡാമില് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മ ഫോട്ടോ സ്പോട്ടിലേക്ക് പോകണ്ട. നല്ല അടിപൊളി വ്യൂ ആണ്. ഫോട്ടോ എടുക്കാനുള്ള അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ മാട്ടുപ്പെട്ടിയിലെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ സ്പോട്ടിലേക്ക് ഉണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, വ്യൂ ഉള്ള സ്ഥലം, അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. ഓ നല്ല കട്ടിയുള്ളതല്ലേ അടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മ ഫോട്ടോ പോയിന്റിൽ എത്തിയിട്ടാ. അപ്പോൾ മാട്ടുപ്പെട്ടിന്ന് മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് ഫോട്ടോ പോയിന്റിൽ എത്തിയേക്കണ്.
ഞാൻ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ ഇറക്കിയിട്ട് അങ്ങോട്ട് പോക്കോ. ഫോട്ടോ വീഡിയോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്. അപ്പൊ നമ്മളെ നമ്മളെ ഫാമിലി ഫോട്ടോ എടുത്തിട്ടോ. ഫാമിലി ഫോട്ടോ എടുത്ത് പിന്നെ പിള്ളേരെ പിടിച്ചടി ഉദാഹരണം പിടിച്ച് പിള്ളേരെ ഫോട്ടോസും നമ്മൾ എടുത്ത് പിന്നെ വേറെ മറ്റേ ഫോട്ടോ നീ ഫോട്ടോ എടുത്തിട്ടാ. അപ്പോൾ അങ്ങനെ ഇടുക. നിസ്സാര സമയം കൊണ്ട് ആയിരങ്ങൾ അങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടിട്ടാ. സംഭവം ചേട്ടൻ അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് വാട്സപ്പിൽ വിട്ടുതരും. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ വന്ന ഫാമിലികളിൽ 3 ടീമും ഫോട്ടോ എടുത്ത്. അപ്പോൾ ഈ ചേട്ടനായിട്ട് നമ്മളെ ഫോട്ടോ എടുത്തത്. അപ്പോൾ നമ്മളെ ഈ ക്യാമറ കൊണ്ടാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. ഇവിടെ എല്ലാവർക്കും വന്നാൽ അറിയാം, ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇത് ഫോട്ടോ പോയിൻ്റാണ്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ മനോഹരമായ DSLR ക്യാമറയിലൊക്കെ സൂപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലികൾ ഇവിടെ വന്നിട്ട് ഫാമിലി ആയിട്ട് എല്ലാണ്ടൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവരൊരു ഉപജീവന മാർഗം കൂടിയാണിത്. അപ്പോൾ ഇവർ അപ്പം തന്നെ സ്പോട്ടിൽ പ്രിൻ്റ് ചെയ്ത് തരുന്നു. പ്രിൻ്റ് ചെയ്തതിന് നമ്മളോട് പറഞ്ഞത് വാട്സപ്പിൽ ചെയ്ത് തരുമെന്ന്. പിന്നെ നമ്മളെ കുറേ ഫോട്ടോസ് അതിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാന്നൊക്കെ പറയും. നല്ല അടിപൊളി സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതാരും പറഞ്ഞത് ഞങ്ങളുണ്ടായി ഇൻസ്റ്റാ മീഡിയാണ്. എടുത്തോ. അപ്പോൾ ചേട്ടനെ നമുക്ക് എല്ലാ ഫോട്ടോവും വിട്ടുതന്നിട്ടുണ്ടോ? എല്ലാ ഫോട്ടോവും നമുക്ക് വിട്ടുതന്നിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചാപ്പാടെ ഇവരെ ഫോട്ടോ ഉണ്ടെങ്കിൽ വിട്ടോട്ടോ, അതിലേക്ക് തന്നെ വിട്ടാ. മറ്റേ ഷമീർ ഒച്ചാപ്പാടെ അതിക്ക് മുമ്പ് ഫസ്റ്റ് എടുത്തില്ലേ? ഫസ്റ്റ് വിട്ട് ഉണ്ടോ? അവരെ ഉണ്ടോ വേറെ? 4 ഫോട്ടോ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ അടിപൊളിയായി, സൂപ്പറായിട്ടാ. അപ്പോൾ സന്തോഷം. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞു? രാജ. അപ്പോൾ രാജാനെ കാണാം. അപ്പോൾ ഇവിടെ വരാണ്ട, രാജാനെ മുഖം കാണിക്ക്. ഓക്കെ ടാ. അപ്പോൾ രാജാനോട് പറയാം ഫോട്ടോ എടുക്കാൻ പറയാം കേട്ടാ. ഓക്കെ. അപ്പോൾ നമ്മൾ റോസ് ഗാർഡനിലേക്ക് എത്തിയിട്ടാ. ഈ ചിഹ്നങ്ങൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. അതിലോ റിപ്പിൾ ടീ. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നേരെ റോസ് ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട്. റോസ് ഗാർഡൻ ഒന്ന് കറങ്ങാൻ വേണ്ടി നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. എവിടെ എത്താവോ? കണ്ടാ, ഞങ്ങൾ ആ ടീമിൽ പെട്ട ഒരാൾ അവിടെ ഒളിച്ച് കയറിയായിരുന്നോണ്ട് 60 രൂപ പറയുന്നുണ്ട്. മനോഹരമായിട്ടുള്ള പൂക്കളുണ്ടാ. കയറി കാണണേല് നഷ്ടമില്ലട്ടാ. കയറി കാണണേല് നഷ്ടമില്ല. നമ്മൾ 60 രൂപ ടിക്കറ്റ് എടുത്തിട്ടാ. അപ്പോൾ ഗാർഡൻ കാണണം കേട്ടാ. ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് നമ്മൾ ഇവിടെ കൊടുക്കണം. അവരൊരു ക്ലിപ്പ് അടിച്ച് തരും. ഇതിലാണ് കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ആന്തോറിയം കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ സൈഡിലാണെങ്കിൽ ഒരേ ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ അസിലിയ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ചെടിയാണിത്. അതന്നെ ഇന്ത്യൻ അസിലിയ. 2 തരം പൂക്കളുള്ള 2 തരം കളറുള്ള ചെടികളുണ്ടാ. അസിലിയ എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ. അപ്പേ ഒറ്റയടിക്ക് കറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത്
വേഗം പോകണ്ട. എല്ലാവരും കയറിയിട്ടില്ല, കുറച്ച് ആൾക്കാർ കയറിയിട്ടുള്ളൂ. നല്ല ഉണ്ടോ എന്താ ചെടികൾ നോക്കി, വളരെ നന്നായിട്ടുണ്ട്. ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണീനൊക്കെ ഉണ്ട, വളരെ മനോഹരമായിട്ടുള്ള ചെടികളും പൂക്കളും പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയും തണുപ്പും ഒക്കെ കൂടിയൊക്കെ ആയിട്ട് നല്ല ക്ലൈമാറ്റുള്ളതാണ്. ഇത്രയും ഭംഗിയിലൊക്കെ ഇത് പിന്നെ ഇവരെ സംരക്ഷണം അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ, കാരണം ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് പൈസ വാങ്ങണമല്ലേ. അപ്പോൾ അത്രയും നല്ലതായില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാവും. ഇത് ഒരുപാട് ഏരിയ ഉണ്ടെന്നുകൊണ്ട് കാണാം, കാരണം ഇനിയിപ്പോൾ ഇത് കൊണ്ട് മുകളിലേക്ക് കയറണം. അവിടെ കയറി ചെടികളെ പേര് കാര്യങ്ങളൊന്നും അറിയില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. പേരുകളൊന്നും നമുക്ക് പിന്നെ നമ്മളവിടെ ഇവിടുത്തെ പ്രധാന ഐറ്റംസായ ചെടിയാണിത്. നമ്മ ഫോട്ടോ പോയിന്റിലൊക്കെ ഉണ്ടായിരുന്ന ചെടിയില്ലേ അതാണ്. പിന്നെ വിവിധ തരം പൂക്കളുള്ള പല ഇനം ഇതൊക്കെ ചിലപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന പൂക്കളടക്കം ഉണ്ട് ഇതിൽ കേട്ടാ. അപ്പോൾ അത്രയും മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഗാർഡൻ. 60 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുമ്പോൾ അനുസരിച്ച് കൂടുതലല്ല. പിന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അങ്ങനെ ഇതിലേ ഇങ്ങനെ പോകുന്നു. അപ്പം നമുക്ക് മുമ്പ് പോകുന്നവരിങ്ങനെ കാത്തുക്കണ്ടിട്ടാ ഫോട്ടോഷൂട്ടിനായിട്ട് പിന്നെ കാശു അവർ പോകുമ്പോണ്ടൊക്കെ കണ്ടാ ഇരിക്കണ്ട. ആരണത് മമ്മൂട്ടിയാ. 60 ഉറുപ്പ്യ കൊടുത്താലും എന്താണല്ലേ. പക്ഷെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ച് നോക്കുമ്പോൾ 60 ഉറുപ്പ്യ വലിയ കൂടുതലല്ല കേട്ടാ അല്ലേ. ഇത്രയും ഒരുക്കി ഇതാക്കി നോക്കുമ്പോളേ അതെന്ത് പറഞ്ഞത് ആ വെള്ള ഞാൻ ആദ്യമായിട്ടാണ് കുറേ ചെടികളൊക്കെ. എങ്കിലും കാണാൻ ഇത്രയും മനോഹരമായിട്ടുള്ള വസ്തു ഇവിടെ ചെറിയ പ്ലാന്റൊക്കെ സൈലുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളവിടുത്തെ കാലാവസ്ഥയിൽ നിൽക്കുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം. അങ്ങനെ തന്നെയാണ് ബുഷ് വെട്ടിയാണൊക്കെ ഭംഗിയാണല്ലേ. നല്ല വേറെ വെറൈറ്റി പൂക്കൾ കേട്ടോ. ഓഹോ എന്താ പൂക്കൾ. എന്ത് ഭംഗി നോക്കി വീഡിയോ എടുക്കും. ഭംഗിയാണ് ഒക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചുകൊണ്ട് കട്ടെടുക്കും. ഇത് കാണുമ്പോൾ നമ്മളെ നാട്ടിലെ പൂയാണ് ഓർമ്മ വരുന്നത്. പൂയത്തിനുണ്ടാവുന്ന കാവടി സെറ്റ് അല്ലേ. ഇവിടെ തന്നെ ചെടി ചെടിയിലല്ല കേട്ടോ, നിലത്ത് തന്നെയാണ് ചെടികളൊക്കെ. തണ്ടിനൊക്കെ ഭയങ്കര ആരോഗ്യം അല്ലേ. അപ്പോൾ നമ്മൾ റോസ് ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങണിട്ടാ. ഇനി നേരെ വീട്ടിലേക്ക് നമ്മ പോവാണ്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം ഒരു 6 മണിയാവാറായി. ഒരു പാട്ടോട് അതെ സമയം ഏകദേശം 9:45 ഇനിയും നമ്മൾക്ക് 1 മണിക്കൂറുണ്ട് യാത്ര വീട്ടിലേക്ക്. അപ്പോൾ നമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാണ്.
അപ്പൊ നമ്മളെ ടൂറ് കഴിഞ്ഞെത്തി കെറ്റിലൊക്കെ ഇറക്കണ്. ആ മിച്ചർ ഒളിപ്പിച്ച മിച്ചർ വറവൊക്കെ എടുക്ക്. ബിസ്ക്കറ്റ് ചായ ആ ഒളിപ്പിച്ച മിച്ചർ വറവൊക്കെ എടുത്തോട്ടാ. അതവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളാണ്. ആ അത് നിങ്ങളില്ല. അപ്പൊ പിന്നെ ഇത് ഇവിടെ വെച്ചോ, ഇത് വെച്ചോ. ഞാനിവിടെ അപ്പൊ എല്ലാവരോടും ടാറ്റ. ഞങ്ങ പോണ്. ഓക്കെ, ഇൻസാനെ കൊണ്ടൊക്കെ ഇൻസാനെ. അപ്പൊ നമ്മളെ ടൂറൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറക്കി, വണ്ടി കാലിയായി, ഞങ്ങൾ വീട്ടിൽ പോണ്ടാ. അപ്പൊ ഞങ്ങളേ വളരെ സുരക്ഷിതമായും നല്ല രീതിയിലൊക്കെ ഡ്രൈവ് ചെയ്ത് ഞങ്ങളിവിടെ എത്തിച്ച വിഷ്ണു ഉണ്ടാ. അപ്പൊ നമ്മളെ ആദിത്യന്റെ വണ്ടി നമ്മൾ വിളിച്ചത്, ഡ്രൈവറായി നമ്മളെ വിഷ്ണു വന്നത്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഞങ്ങൾക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട വന്നില്ല കേട്ടോ. യാത്രയിലൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല, ഒരു ഇതും ഉണ്ടായില്ല. നല്ല സുഖമായ യാത്രയായിരുന്നു. ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കാണ്ട് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റി. അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ സുരക്ഷിതമായി, ഓവർ സ്പീഡും ഇല്ലാണ്ടും കഠിനമായ ബ്രേക്ക് ചവിട്ടലൊന്നും ഇല്ലാണ്ടും നല്ല രീതിയിൽ പോയി വന്നിട്ടാ. അപ്പോൾ ഞാൻ യാത്രയൊക്കെ കഴിഞ്ഞ് പോവാണ്. ഇനി നല്ലൊരു എപ്പിസോഡുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.